പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ 30 ഡേ ചലഞ്ചിലെ 8ാമത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇതുപോലെ അത്യാവശ്യമുള്ള ഡെയിലി ജീവിതത്തിൽ അത്യാവശ്യമുള്ള ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും ദിവസത്തിൽ എപ്പോഴും ഓരോ മണിക്കൂറിൽ പല പ്രാവശ്യം ആവശ്യം വരുന്ന ഈ വാക്കുകൾ വളരെ ഈസിയായി പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഒരു ലൈക്ക്, ഒരു ഷെയർ, അതേപോലെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് എൻ്റെ കരിയർ കെട്ടിപ്പടുക്കാൻ അത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നിസ്സാരമാണെന്ന് തോന്നുന്നതെങ്കിലും അത് എൻ്റെ കരിയറിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എന്നെ ഉപേക്ഷിക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. സ്വകാര്യം പറയുക എന്നുള്ളതിന് നമ്മളെന്താ പറയുക ഹിന്ദിയിൽ? സ്വകാര്യം പറയുക. ഫുസാഹട്ട്. എന്താണ് ഫുസ്ഫുസാഹട്ട്? ഫുസ്ഫുസാഹട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ തലയിണ മന്ത്രം എന്നൊക്കെ പറയില്ല. അതായത് സംസാരിക്കുമ്പോൾ എയർ മാത്രം, കാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒച്ച ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആരോട് പറയുന്നു ആ ആൾക്ക് മാത്രം അത് കേൾക്കാൻ പറ്റുള്ളൂ. അയാളുടെ ചെവിയിൽ നമ്മൾ ഫുസ്ഫുസാഹട്ട് നടത്തുമ്പോൾ, സ്വകാര്യം പറയുമ്പോൾ, വിസ്പറിങ് ചെയ്യുമ്പോൾ വേറെ ആർക്കും കേൾക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് പോലും കേൾക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ശബ്ദം ഇല്ലാതെ കാറ്റ് മാത്രമേ അതിനുണ്ടാവുള്ളൂ, എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് വിസ്പറിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ സ്വകാര്യം എന്ന് പറയും. എന്നാൽ ഹിന്ദിയിൽ ഫുസ്ഫുസാഹട്ട്. എന്താണ് ഫുസ്ഫുസാഹട്ട്? ഓ ഫുസ്ഫുസാഹട്ട് സെ ബോൾത്തെ ഹേ, ഓ ഫുസ്ഫുസാഹട്ട് സെ ബോൾത്തെ ഹേ. അവൾ അങ്ങനെ സ്വകാര്യമായിട്ട് പറയുകയാണ്. അവൻ സ്വകാര്യമായിട്ട് പറയുക, അവൻ സ്വകാര്യം പറയുകയാണ്. ഓ ഫുസ്ഫുസാഹട്ട് സെ ബോൽത്തി ഹേ, ഫുസ്ഫുസാഹട്ട് സെ ബോൽത്തി ഹേ. അവൾ സ്വകാര്യം പറയുകയാണ്. ഇനി നട്ടു എന്നൊക്കെ നമ്മളെങ്ങനെയാണ് പറയുക? നട്ടു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാം? നട്ടു നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൗധ ലഗ. പൗധ ലഗ എന്ന് പറഞ്ഞാൽ ചെടി നട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് പറയാം. എന്നിരുന്നാൽ തന്നെയും നട്ടു എന്നുള്ളതിൻ്റെ കറക്റ്റ് ഹിന്ദി വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? റോപ്പ. എന്താണ്? റോപ്പ. റോപ്പായി എന്ന് പറഞ്ഞാലോ നടിയിൽ. നടിയിൽ അതിനെന്താ പറയുക? റോപ്പായി. നട്ടു പൗധ ലഗായ എന്ന് പറഞ്ഞാൽ നട്ടു, പൗധ ലഗായ എന്ന് പറഞ്ഞാൽ പൗധ ലഗായ എന്ന് പറഞ്ഞാൽ നട്ടു എന്ന അർത്ഥമുണ്ട്. പക്ഷേ ലഗ എന്ന വാക്കിന് ആയിരക്കണക്കിന് അർത്ഥമുണ്ട്. അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണണം. ലഗ, ലഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷേ പൗധ ലഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി നട്ടു എന്ന അർത്ഥമുണ്ടെങ്കിലും ശരിയായ വാക്ക് എന്താണ്? റോപ്പ. നടുക. റോപ്പായി നടിയിൽ, റോപ്പ നട്ടു, റോപ്പായ നട്ടു, റോപ്പ നടുക, റോപ്പ നടുക, റോപ്പായ നട്ടു, റോപ്പായി നടിയിൽ, റോപ്പായി നടിയിൽ, റോപ്പ നട്ടു, റോപ്പോ നടു, റോപ്പോ നടു, റോപ്പ നട്ടു, റോപ്പായി നടിയിൽ. ഉഘാട. ഉഘാട എന്തായിരിക്കും ഉഘാട എന്ന് പറഞ്ഞ ഹിന്ദി വാക്കിൻ്റെ അർത്ഥം? ഉഘാട പിഴുതെടുത്തു. പിഴുതെടുത്തു. കസാവ ഉഘാട. കസാവ ഉഘാട. കപ്പ പറിച്ചു, കപ്പ പിഴുതെടുത്തു. കസാവ കപ്പ, കസാവ ഉഘാട, കപ്പ പറിച്ചു. മാല്ല്. മാല്ല് സമ്മതിച്ചു. മാല്ലി ഹേ, മാല്ലി ഹേ സമ്മതിച്ചിരിക്കുന്നു. തുമാര ബാത് മാല്ലി ഹേ, തുമാര ബാത് മാല്ലി, തുമാര ബാത് മാല്ലി. പറഞ്ഞത് സമ്മതിച്ചിരിക്കുന്നു. തുമാര ബാത് മാല്ലി, നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചിരിക്കുന്നു. ബസി ഡാൽ രഹാഹും. ബസി ഡാൽ രഹാഹും. എന്താ ബസി ഡാൽ രഹാഹും എന്ന് പറഞ്ഞാൽ? ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഹിന്ദിയിൽ പറയാ? ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നു. ബസി ഡാൽ രഹാഹും. മച്ഛലി പക്കഡ് രഹാഹും. മച്ഛലി പക്കഡ് രഹാഹും. പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്, പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയില്ല നമ്മൾ. പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അത് ഒരു ഫ്രൈസാണ്, ഒരു പ്രയോഗമാണ്. പട്ടി ഷോ കാണിക്കാൻ വേണ്ടി എന്നുള്ളത് ഹിന്ദിയിൽ എങ്ങനെ നമുക്ക് പറയാം? ध्यान आकर्षित करने के लिए
ധ്യാൻ ആകർഷിത് കർണേ കെ ലിയേ. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പട്ടിഷോ എന്നാണ് നമ്മൾ പറയുക അല്ലേ. പട്ടിഷോ കാണിക്കാൻ വേണ്ടി ധ്യാൻ ആകർഷിത് കർണേ കെ ലിയേ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തി. ഒരു ആർക്കെങ്കിലും ഒരു പിച്ച കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഫ്ലൈറ്റ് ഇറങ്ങണ മാതിരി പാത്രത്തിലേക്ക് ഇട്ടൊക്കെ കൊടുക്കൂലേ, പട്ടിഷോ എന്നല്ലേ നമ്മളതിന് പറയുക. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഭാരം ചുമത്തി കൊടുക്കുകയാണ്, മറ്റുള്ളവർക്ക് ഭാരം ചുമത്തി കൊടുക്കുകയാണ്, നികുതി ഭാരം ചുമത്തി കൊടുക്കുകയാണ്, പിന്നെ തലയിൽ ഭാരം വെച്ച് കയറ്റുകയാണ്, തോളത്ത് ഭാരം വെച്ച് കെട്ടി കൊടുക്കുകയാണ്, മാനസികമായ ഭാരം വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റും? ലാദ് ദേത്തേ ഹേ, ലാദ് ദേത്താ ഹേ, ലാദ് ദേത്തി ഹേ, ലാദ് ദേത്താ ഹേ എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ് ലാദ് ദേത്താ ഹേ എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരുടെ മുതുകിലേക്ക് വെച്ച് കൊടുക്കുക എല്ലാ ഭാരവും. നികുതി ഭാരമായാലും ശരി, മറ്റെന്ത് ഭാരമായാലും ശരി, മറ്റുള്ളവരുടെ മുഖിലേക്ക്, ജോലി ഭാരമല്ല, മറ്റുള്ളവരുടെ മുഖിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സംഭവ് ഹേ, യേ സംഭവ് ഹേ, ഇത് സംഭവിക്കാവുന്ന കാര്യമാണ്, സംഭാവ്യമാണ്. ഇത് യേ സംഭവ് ഹേ, ഇത് സാധ്യമാണ്, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇത് സംഭവിക്കുന്ന കാര്യമാണ്, സാധ്യമാണെന്നർത്ഥം. യേ സംഭവ് ഹേ, ഇത് സാധ്യമാണ്. അസംഭവ് ഹേ, അസംഭവ് ഹേ, അസാധ്യം. അസംഭവ് അസാധ്യം, സംഭവ് സാധ്യം, അസംഭവ് അസാധ്യം. ഇതെന്തൊരു എളുപ്പാ, ഇതെന്തൊരു എളുപ്പാ എന്നൊക്കെ നമ്മളെങ്ങനെ പറയാം? ഇതെന്തൊരു എളുപ്പാ. ये सहज है, बहुत सहज है, ये बहुत सहज है, ഇത് വളരെ എളുപ്പമാണ്. ആസാൻ ഹെ, ये बहुत आसान है, बहुत आसान है, സഹജ് ഹെ, ആസാൻ ഹെ. രണ്ടും പറയൂ കേട്ടോ. ആസാൻ ഹെ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, സഹജ് ഹെ എന്ന് പറഞ്ഞാലും എളുപ്പമാണ്. നല്ല അടിപൊളി വാട്സപ്പ് ക്ലാസ്, സൂപ്പറായിട്ട് ഒറ്റ മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചുതരാം. അഡ്വക്കേറ്റ് സുധീഷ് ഇവിടെ ഹമാര ഇവിടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരു മാസമായി. അദ്ദേഹം മറ്റൊരു ഹിന്ദിക്കാരനുമായിട്ട് നന്നായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ. അപ്പോൾ പക്ഷേ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു, ഞാൻ സാറിൻ്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു മാസം കൊണ്ട്. സാർ, എനിക്ക് ഈ അഡ്വക്കേറ്റാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മഞ്ചേരിയിൽ. അപ്പോൾ എനിക്ക് കുറേ ഹിന്ദിക്കാരുടെ കേസുകളൊക്കെ ഹിന്ദി ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹമാര ഹിന്ദി അക്കാഡമിയെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഞാനതിപ്പോൾ ഒരു മാസമായി, കഴിഞ്ഞ മാസം 10-ാം തീയതി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജാനുവരി 10. ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കുക. അതെങ്ങനെയാണ് പഠിക്കേണ്ട രീതിയൊന്നും എനിക്ക് അറിയുന്നില്ല. ഫോർമൽ ഒരു വേർഡ് മീനിങ് കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ പാസ്റ്റിലും പ്രസൻറ്റിലും സംസാരിക്കാം എന്നുള്ള ഒരു വേർഡിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടിയത് ഈ ഒരു ക്ലാസ്സിലുണ്ട്. ഇതിൽ ശരിക്കും സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇതിന്നാണ് കിട്ടിയിരിക്കേണ്ട ഒരു. ഞാനതിൽ വളരെയധികം താങ്ക്ഫുള്ളാണ് സാറോട്. ഞാനും സാറിനെ യാദൃശ്യമായിട്ട് കണ്ടതാണ്. मैं कासरगोड जिले में रहती हूँ. मैं एक प्राइवेट कंपनी में काम करती हूँ. ഞാൻ ആശാബിന്ദി, ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത്, ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ആദ്യത്തെ 3 ദിവസം കൊണ്ട് ഞാൻ 1 മുതൽ ഓടി വരെ എണ്ണാൻ പഠിച്ചു. പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം 3 മാസമാകുന്നു. ഈ ഒരു ടൈം ആകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി. അല്ലെങ്കിൽ ഇത്ര ഏജായി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ. 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഒന്നും അറിയാത്ത, അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും.